The introduction as to major two novelist poets of Canada, Margaret Atwood and Michael Ondaatje. Margaret Atwood, who was born on November 18, 1939, is a writer, a profile poet, novelist, literary critic, feminist and activist. She is a winner of the Arthur C. Clarke Award and Prince of Austria's Award for Literature. Has been shortlisted for the Booker Prize 5 times, winning once, and had been a finalist for the Governor General's Award 7 times, winning twice. Atwood is among the most honored authors of fiction in recent history. While she is best known for her work as a novelist, her poetry is noteworthy. Many of her poems have been inspired by myths and fairy tales, which were an interest of hers from an early age. Atwood also published short stories in Playboy magazine. Born in Ottawa, Ontario, Atwood is the second of 3 children of Carl Edmund Atwood, an entomologist, and Margaret Dorothy Killiam, a former dietitian and nutritionist. Due to her father's ongoing research in forest entomology, Atwood spent much of her childhood in the backwoods of northern Quebec and back and forth between Ottawa, Sault Ste. Marie and Toronto. She did not attend school full-time until she was 11 years old. She became a voracious reader of refined literature, Del pocketbook, mysterious Grimm's fairy tales, Canadian animal stories and comic books. She attended Leaside High School in Leaside, Toronto and graduated in 1957. എന്താണ് പറയുന്നത്? നമ്മുടെ മാർഗരറ്റ് അറ്റ്വുഡ്, അതേപോലെ നമ്മുടെ മിക്കായൽ ഒണ്ടാച്ചനെ പറ്റിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും വളരെയധികം കാനഡയിൽ പ്രത്യേകതയുള്ള ആൾക്കാരാണല്ലേ ഇവർ. അപ്പോൾ എന്താണ് ഈ കാനഡയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുസാംസ്കാരികത, ഭാഷാ വൈവിധ്യം. കാനഡ അതിൻ്റെ ഇംഗ്ലീഷും ഫ്രഞ്ചും അടങ്ങുന്ന ഔദ്യോഗിക ഭാഷാ പാരമ്പര്യത്തോടൊപ്പം കുടിയേറ്റ സമൂഹങ്ങൾ വഴിയുള്ള സാംസ്കാരിക സങ്കീർണതയും സാംസ്കാരിക സഹവാസവുമാണ് അതിൻ്റെ സവിശേഷത. അതേപോലെ പ്രകൃതി ദൃശ്യങ്ങളോടുള്ള അഭിമുഖം. കാനഡിയൻ സാഹിത്യത്തിൽ പ്രകൃതിയും കാടും മഞ്ഞും വലിയ പങ്ക് വഹിക്കുന്നു. അതിനോടുള്ള ആശയബോധം ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനം ആക്കുന്നു. മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന സ്ത്രീവാദ കാവ്യവീക്ഷണമാണ്. അറ്റ്വുഡ് തൻ്റെ കവിതയിലും കൃതികളിലും സ്ത്രീയുടെ സ്വാതന്ത്ര്യ, അടിമ, സാമൂഹിക നിയന്ത്രണങ്ങൾ തുടങ്ങിയവ ശക്തമായി പ്രതിപാദിക്കുന്നു. അസാധാരണമായ ശൈലി, ആത്മപരവും വിവേചനബോധവും അറ്റ്വുഡിൻ്റെ അനാവൃതവും കടന്നുപോകുന്ന വിധത്തിലുമുള്ള ഭാഷയിലുള്ള ആധുനിക സ്ത്രീയുടെ അനുഭവങ്ങൾ ആഴത്തിൽ അവതരിപ്പിക്കുന്നു. മൈക്കൽ ഒണ്ടാച്ചയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഡയസ്പോറിക സാംസ്കാരിക സംയോജനമാണ്. ശ്രീലങ്കയിൽ ജനിച്ച് കാനഡയിൽ എഴുതുന്ന ഒണ്ടാച്ച തൻ്റെ കവിതയിലും കൃതികളിലും ദേശാതീതപരമായ ഒരു ദൃഷ്ടികോണം വികസിപ്പിക്കുന്നു. ഭാഷ, ഓർമ്മ, ഐഡന്റിറ്റി എന്നിവയുടെ മിശ്രിതമായ സമീപനം. അതേപോലെ കവിതയും കത്തുകളും തമ്മിലുള്ള സാങ്കേതിക സംയോജനം. കവിത, പ്രബന്ധം, കഥാഘടകങ്ങൾ എന്നിവ ഒറ്റ ശൈലി ഒണ്ടാച്ച ലളിതമായി ഒത്തുചേർക്കുന്നു. ഉദാഹരണത്തിന് ദ കളക്റ്റഡ് വർക്ക്സ് ഓഫ് വില്ലി ദ കിഡ്. കാനഡയുടെ സാഹിത്യത്തിൽ മാർഗരറ്റ് അറ്റ്വുഡും മൈക്കൽ ഒണ്ടാച്ചയും ഓരോ ദിശയിലേക്കുള്ള നവോപാധികളാണ്. സ്ത്രീവാദം, സാംസ്കാരിക സംയോജനം, ആധുനിക ചിന്താക്രമം എന്നിവയിലൂടെ കാനഡയെ ആഗോള കവിതാ ഭൂമിയിൽ ഉന്നതമായി ഉയർത്തിയവരാണ് ഇവർ.